HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ദേവിക, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: കുവൈറ്റ് ദുരന്തം, നെഞ്ചുരുകി കേരളം, മരിച്ച 49-ൽ 26 പേരും മലയാളികൾ. കാലവർഷം ശക്തി പ്രാപിച്ചില്ല, ജലസംഭരണികളിൽ ജലനിരപ്പ് വർദ്ധിച്ചില്ലെന്ന് KECB. 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിലും പാകിസ്ഥാനുമേൽ ഇന്ത്യൻ ആധിപത്യം. 1563 പേരുടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കി. പച്ചക്കറിയുടെയും മത്സ്യത്തിന്റെയും വില കുതിക്കുന്നു. റിട്ടയർ ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് 2.5 ലക്ഷം. മറുപടി തേടി സുപ്രീം കോടതി. സ്കൂൾ ഉച്ചഭക്ഷണ നിരക്ക് LP സ്കൂളുകൾക്ക് തിരിച്ചടി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കുവൈറ്റ് ദുരന്തം, നെഞ്ചുരുകി കേരളം, മരിച്ച 49-ൽ 26 പേരും മലയാളികൾ. അഗ്നിഗോളത്തിലമർന്ന് 49 ജീവനുകൾ, അതിൽ 26 പേരും ജീവിതം തേടി അറബി നാട്ടിലെത്തിയ മലയാളികൾ. തിരുവനന്തപുരത്തിനും കാസർകോട്ടിനുമിടയിലെ 9 ജില്ലക്കാർ. കുവൈറ്റ് മഹാദുരന്തമേൽപ്പിച്ച തീരാനോവിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. മാംഗല്യം സ്വപ്നവുമായി നാട്ടിലെത്താനിരുന്ന യുവാവ്, ചോര നീരാക്കി വെച്ച വീടിന്റെ പാലുകാച്ച സ്വപ്നം കണ്ടവർ. ഇങ്ങനെ വെന്തൊടുങ്ങിയവരുടെ നിര നീളുന്നു. മരിച്ചവരിൽ 46 പേരും ഇന്ത്യക്കാരാണ്, 3 പേർ ഫിലിപ്പീൻസുകാരും. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലുണ്ട്. പ്രത്യേക മന്ത്രിസഭാ യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും NHM ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിനെയും കുവൈറ്റിൽ അയക്കാൻ തീരുമാനിച്ചിരുന്നു. ഇരുവരും രാത്രി നെടുമ്പാശ്ശേരിയിൽ ഏറെ കാത്തുനിന്നെങ്കിലും കേന്ദ്രാനുമതി കിട്ടാത്തതിനാൽ യാത്ര ഉപേക്ഷിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചില്ല, ജലസംഭരണികളിൽ ജലനിരപ്പ് വർദ്ധിച്ചില്ലെന്ന് KECB. സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചുവെങ്കിലും കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനെ തുടർന്ന് പ്രതീക്ഷിച്ച തോതിൽ ജലസംഭരണികളിൽ ജലനിരപ്പ് വർദ്ധിച്ചില്ലെന്ന് KECB. ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചത് 237 ദശലക്ഷം യൂണിറ്റിനുള്ള നീരൊഴുക്കാണ്. എന്നാൽ 157 ദശലക്ഷം യൂണിറ്റിനുള്ള ജലം മാത്രമേ KECBയുടെ അണക്കെട്ടുകളിലാകെ ഒഴുകിയെത്തിയിട്ടുള്ളൂ. നേരത്തെ ഏർപ്പെട്ട 300 മെഗാവാട്ട് പ്രതിമാസ കരാർ നിലവിലുള്ളതിനാലാണ് ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി നേരിടാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. വേനൽക്കാലത്ത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, BSES എന്നിവിടങ്ങളിൽ നിന്നും കൈമാറ്റ ഉടമ്പടി പ്രകാരം വാങ്ങിയ 10.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി തിരികെ നൽകി തുടങ്ങി. മാർച്ചിലെ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ജൂണിലെ വൈദ്യുതി ആവശ്യങ്ങൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഈ മാസം വേറെ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നില്ല. 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിലും പാകിസ്ഥാനുമേൽ ഇന്ത്യൻ ആധിപത്യം. ലോകകപ്പുകളിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യൻ ആധിപത്യം 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിലും തുടർക്കഥയായി. ബൗളർമാരുടെ പറുദീസയായി മാറുന്ന ന്യൂയോർക്കിലെ നാസോ അന്താരാഷ്ട്ര സ്റ്റേഡിയം വേദിയായ ഇത്തവണത്തെ ത്രില്ലർ പോരാട്ടത്തിൽ 6 റൺസിനായിരുന്നു ഇന്ത്യൻ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ടായി. അനായാസ ജയം തേടിയിറങ്ങിയ പാകിസ്ഥാന് എന്നാൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസേ നേടാനായുള്ളൂ. 1563 പേരുടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കി. നീറ്റ് 6 കേന്ദ്രങ്ങളിൽ 23-ന് വീണ്ടും പരീക്ഷ. നീറ്റ് UG ഫലത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് ആക്ഷേപത്തോട് തുടർന്ന് 6 സെന്ററുകളിൽ പരീക്ഷ എഴുതിയ 1563 വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ഈ കേന്ദ്രങ്ങളിൽ ഈ മാസം 23-ന് റീടെസ്റ്റ് നടത്തും. UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ 4-അംഗ സമിതിയുടെ ശുപാർശയിലാണ് നടപടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇവരെ നിയോഗിച്ചത്. ഗ്രേസ് മാർക്കിനെതിരെയുള്ള പൊതു താൽപര്യ ഹർജികൾ ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴാണ് ഗ്രേസ് മാർക്ക് റദ്ദാക്കുന്നതിനായി കേന്ദ്രം അറിയിച്ചത്. നിർദ്ദേശങ്ങൾ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുൾപ്പെടെ അവധിക്കാല ബെഞ്ചും അംഗീകരിച്ചു. ഹർജി തീർപ്പാക്കി. പച്ചക്കറിയുടെയും മത്സ്യത്തിന്റെയും വില കുതിക്കുന്നു. പക്ഷിപ്പനിയുടെ വ്യാപനത്തെ തുടർന്ന് കോഴിയുടെയും താറാവിൻ്റെയും മുട്ടയും മാംസത്തിൻ്റെയും വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചതും ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതിനെയും തുടർന്ന് കമ്പോളത്തിൽ പച്ചക്കറിയുടെയും മത്സ്യത്തിൻ്റെയും വില കുതിക്കുന്നു. സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന അവസ്ഥയിലാണ് ഇവയുടെ വിലക്കയറ്റം. ട്രോളിംഗ് നിരോധനം മൂലം യന്ത്രവത്കൃതയാനങ്ങളിലെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാത്തതാണ് ലഭ്യമാകുന്ന മത്സ്യങ്ങൾക്ക് വില ഉയരാൻ കാരണം.
അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും വില ഉയരാൻ കാരണമായതായി വ്യാപാരികൾ പറഞ്ഞു. റിട്ടയർ ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് 2.5 ലക്ഷം. അക്കൗണ്ട് ഉടമ അറിയാതെ ചെക്ക് ഉപയോഗിച്ച് പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 2.5 ലക്ഷം തട്ടിയെടുത്തതായി പരാതി. മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ഓഫീസറായി വിരമിച്ച ശ്രീകാര്യം ചെറുവക്കൽ ശങ്കര നിവാസിൽ എം മോഹനകുമാരിയുടെ കഴക്കൂട്ടം സബ് ട്രഷറിയിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത്. മോഹനകുമാരിയുടെ കൈവശമുള്ള ചെക്ക് ബുക്കിന് പുറമെ ഇതേ അക്കൗണ്ടിൽ മറ്റൊരു ചെക്ക് ബുക്ക് കൂടി അനുവദിച്ച് അതിലെ 2 ലീഫുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ട്രഷറി അധികൃതർ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ജില്ലാ ട്രഷറി ഓഫീസർ നേരിട്ട പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെ മോഹനകുമാരി ഇന്നലെ മടങ്ങി. പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഇന്ന് തുടർന്ന് നടപടികളിലേക്ക് കടന്നേക്കാം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ ഇത്തരം ഒരു തട്ടിപ്പ് നടക്കാനാവില്ലെന്ന് ആണ് വിവരം. 17 വർഷം മുമ്പ് സർവീസിൽ നിന്നും വിരമിച്ച മോഹനകുമാരി വർഷത്തിൽ കൂടുതൽ സമയവും ഓസ്ട്രേലിയയിലുള്ള മകൾക്കൊപ്പമായിരിക്കും. ഇടയ്ക്ക് നാട്ടിൽ മകളുടെ വീട്ടിലെത്തുമ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത്. മറുപടി തേടി സുപ്രീം കോടതി. വിവാദം നീറ്റിനെ കളങ്കപ്പെടുത്തി. നീറ്റ് UG ക്രമക്കേട് വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി. ചെറിയ വിഷയമല്ലിത. പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി പറഞ്ഞേ തീരൂ. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, ഔസാനുദ്ദീൻ, അമാനുള്ള എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് കോടതി തുറക്കുന്ന ജൂലൈ 8-നകം മറുപടി സമർപ്പിക്കണം. 8-ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനുൾപ്പെടെ നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടു. ചോദ്യപേപ്പർ ചോർന്നതിനാൽ പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളാണ് പരിഗണിച്ചത്. പരീക്ഷാഫലം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഹർജികൾ എത്തിയിരുന്നു. ഫലം പുറത്തു വന്നപ്പോൾ ഗ്രേസ് മാർക്ക് വിവാദവും ഉയർന്നു. MSF ഉൾപ്പെടെ ഹർജി സമർപ്പിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ നിരക്ക് LP സ്കൂളുകൾക്ക് തിരിച്ചടി. സ്കൂൾ ഉച്ചഭക്ഷണ ചിലവിന് അനുവദിക്കുന്ന തുകയുടെ നിരക്ക് സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് LP സ്കൂളുകൾക്ക് തിരിച്ചടി. തുകയുടെ നിരക്ക് വർദ്ധിക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക പോഷകാഹാര പദ്ധതിക്ക് പ്രത്യേക തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാന അധ്യാപിക സംഘടന നൽകിയ ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കെയാണെന്ന് സർക്കാർ നിരക്ക് നിശ്ചയിച്ചത്. ഇത് സർക്കാരിന്റെ നാടകീയ നീക്കമാണെന്ന് KPPH ആരോപിച്ചു. സംസ്ഥാന പോഷകാഹാര പദ്ധതിയായി മുട്ട, പാൽ വിതരണത്തിന് ഇതുവരെ പ്രത്യേകം തുക അനുവദിച്ചിട്ടില്ല. പോഷകാഹാര പദ്ധതിക്ക് തുക അനുവദിക്കുന്നതും സംബന്ധിച്ചും കോടതിയിൽ നിന്നും അനുകൂല പരാമർശങ്ങൾ ഉണ്ടായി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കുവൈറ്റ് ദുരന്തം. നെഞ്ചുരുകി കേരളം. മരിച്ച 49-ൽ 26 പേരും മലയാളികൾ. കാലവർഷം ശക്തി പ്രാപിച്ചില്ല. ജലസംഭരണികളിൽ ജലനിരപ്പ് വർദ്ധിച്ചില്ലെന്ന് KECB. 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിലും പാകിസ്ഥാനുമേൽ ഇന്ത്യൻ ആധിപത്യം. 1563 പേരുടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കി. പച്ചക്കറിയുടെയും മത്സ്യത്തിന്റെയും വില കുതിക്കുന്നു. റിട്ടയർ ഉദ്യോഗസ്ഥയ്ക്ക് നഷ്ടമായത് 2.5 ലക്ഷം. മറുപടി തേടി സുപ്രീം കോടതി. സ്കൂൾ ഉച്ചഭക്ഷണ നിരക്ക് LP സ്കൂളുകൾക്ക് തിരിച്ചടി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. ശിവഗിരി HS റേഡിയോ കഥയോല. നമസ്കാരം. ഈ ആഴ്ചയിലെ കഥയോലയിൽ ഞാൻ പാർവതിയാണ്. നമുക്കിന്നൊരു പുതിയ പുസ്തകം പരിചയപ്പെടാം. റാംകോ ആനന്ദി. ചെന്നൈ നഗരത്തിലേക്ക് സിനിമയെക്കുറിച്ച് പഠിക്കാൻ പോയ റാം എന്ന ചെറുപ്പക്കാരൻ്റെ അനുഭവമാണ് ഈ നോവൽ. അഖിൽ ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരൻ മനുഷ്യരെ അതിഗംഭീരമായി തൻ്റെ നോവലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തി, രേഷ്മ, ആനന്ദി, പാർട്ടി, പോലീസുകാർ എന്നിങ്ങനെ തുടരുന്ന മനുഷ്യർക്കിടയിൽ നിന്നും നമ്മളെ എല്ലാ കാലത്തും നോവിക്കുന്ന മല്ലി എന്ന കഥാപാത്രം മനസ്സിൽ അവശേഷിക്കുന്നു. സിനിമാറ്റിക് നോവൽ എന്ന വിശേഷണത്തോടെ വായനയിൽ ഇപ്പോഴും ഹിറ്റായി തുടരുന്ന റാംകോ ആനന്ദി നമുക്ക് വായിക്കണ്ടേ? വേണം. വായനാവാരം ഇതാ കടന്നു വരികയാണ്. പുതിയ പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാവട്ടെ. നന്ദി. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഇതാ. സംസ്ഥാനത്തെ ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി ആര്? ഉത്തരം വീണ ജോർജ്. കഴിഞ്ഞ ആഴ്ചയിലെ
വിജയി ഷിഫ മിർസ 7ാം ക്ലാസ് ഡി ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. രാംകോ ആനന്ദിയുടെ രചയിതാവാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ പായാരം. sa sa da sa ni da pa ni da ma ga ma ga re sa. നമസ്കാരം. ഇന്നത്തെ പായാരത്തിൽ ഞാൻ അപർണ സുനിൽ. നമുക്കിന്ന് ചെസ് ലോകം കീഴടക്കിയ ഇന്ത്യയുടെ അഭിമാനമായ രമേഷ് ബാബു പ്രഖ്യാനത്തെക്കുറിച്ച് സംസാരിക്കാം. 2005 ഓഗസ്റ്റ് 10 ചെന്നൈയിലാണ് ഇന്ത്യയുടെ അഭിമാനം വിണ്ണോളം ഉയർത്തിയ പ്രഖ്യാനം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരി വൈശാലിയും ചെസ് താരമാണ്. 10 വയസ്സും 10 മാസവും പ്രായമുള്ളപ്പോൾ പ്രഖ്യാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര ചെസ് താരമായി മാറി. 2024 കാൻഡിസ് ടൂർണമെൻറ്റിൽ 7 പോയിന്റ് നേടി 5 സ്ഥാനത്തെത്തി. കൂടാതെ 3ാം റൗണ്ടിലെ ഓവർ ദി ബോർഡ് മത്സരത്തിൽ ലോകം 1ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. തന്നെ തോൽപ്പിക്കാൻ ഇനി ആരുമില്ല, തനിക്ക് ചെസ് കളി മടുത്തു എന്ന് പ്രഖ്യാപിച്ച് കാൾസനാണ് തോറ്റു തുന്നം പാടിയതെന്ന് ഓർക്കണം. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.